ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പിണ്ടിത്തോരനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വാഴപ്പിണ്ടി അറിയാലോ. വാഴപ്പിണ്ടി തോരൻ വെക്കുന്നത് അറിയാൻ ഒരുപാട് ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിന് കഴിക്കാൻ പറ്റിയ നല്ല പോഷകപ്രദമായ ഒരു വെജിറ്റബിൾസാണ് പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാഴയൊക്കെ മുറിച്ച് നമ്മൾ വെറുതെ പിണ്ടിയൊക്കെ എടുത്ത് കളയാറില്ലേ. അപ്പോൾ പിണ്ടി കൊണ്ട് നമുക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാം. ഇങ്ങേറ്റം പച്ചടി, പുളിശ്ശേരി, അച്ചാർ, തീയൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിണ്ടി കൊണ്ടുണ്ടാക്കാം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇതൊന്നുമല്ല, പിണ്ടി കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പം ഞാൻ ഓരോ പിണ്ടിയും മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നാര് മാറ്റിയിട്ട് ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിണ്ടിത്തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ പിണ്ടിയെല്ലാം നന്നായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് കൂട്ടുകാർ ഒരുപാട് റെസിപ്പികളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പികൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അവിയലിൻ്റെ ആയാലും സാമ്പാറിൻ്റെ ആയാലും ഒക്കെ റെസിപ്പികൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുക്കിംഗ് പഠിക്കണം എന്നുണ്ട്, ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ട് തരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പേയ്മെൻറ്റിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കുക്കിങ്ങൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് ഒരുപാട് സമയം നമ്മൾ അതിനായിട്ട് ചിലവഴിക്കണം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അങ്ങനെ മാത്രമേ അത് ഞാൻ കുക്കിങ് പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അല്ലാതുള്ളതാണെങ്കിൽ നമുക്ക് നിങ്ങൾ വീഡിയോസ് കണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ ഉണ്ട്, അത് ഓണാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. ഒരുപാട് പേര് ഇതുപോലെ വാട്സപ്പിൽ കയറി അവിയലിൻ്റെ വീഡിയോ ഇട്ട് തരുമോ, സാമ്പാറിൻ്റെ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ മിനി ഹോം കുക്കിംഗ് എന്ന യൂട്യൂബും ഉണ്ട്, അതുപോലെ തന്നെ മിനി ഹോം കുക്കിംഗ് എന്ന ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിലും വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുകിട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പം അതിലേക്ക് നമുക്ക് ജീരകം, വെളുത്തുള്ളി, തേങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച അരപ്പാണ് നമ്മൾ ആദ്യമേ ചേർത്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് മുളക് പൊടി ഇത് ചേർക്കാം. അപ്പോൾ ഈ തേങ്ങ ചതയ്ക്കുന്ന കൂട്ടത്തിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 വറ്റൽമുളകും കൂടി ചതച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിണ്ടിയും കൂടി അങ്ങ് ചേർക്കാം. പിണ്ടി എന്ന് പറയുമ്പോൾ അറിയാലോ, ജലാംശം കൂടുതലടങ്ങിയതാണ്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പറ്റി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ വാഴയൊക്കെ വെട്ടുമ്പോൾ ഇതുപോലെ പാഴാക്കി കളയണ്ട, നല്ല ടേസ്റ്റി. അതേപോലെ നമുക്ക് എന്താ പറയുക, ഈ വയറൊക്കെ ശുദ്ധീകരിക്കാനും എല്ലാം നല്ലതാണിത്. വാഴപ്പിണ്ടി ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാനൊക്കെ സൂപ്പറാണ്. അപ്പം ഇതൊന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു പ്രയാസമുള്ളൂ. ഇപ്പോൾ ചോപ്പറിനകത്തൊക്കെ വെച്ച് നാര് കളയാമെങ്കിൽ നമുക്ക് ചോപ്പറിലൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം രുചികരമായ വാഴപ്പിണ്ടി തോരനാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.